നമസ്കാരം. ഡൽഹിയിൽ നടന്ന സംഭവത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാർത്തകളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് അഭിപ്രായം പറയണോ വേണ്ടയോ എന്ന് കുറേ തവണ ചിന്തിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. ആ ഒരു സംഭവം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് തോന്നിയത്? അതായത് നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടത് നമ്മളുടെ ബോർഡേഴ്സിലുള്ള ആൾക്കാരെ അല്ല. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറകിൽ നിന്ന് നമ്മളെ ചതിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വേണം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കാൻ. കാരണം അത് അൺഎക്സ്പെക്റ്റഡ് ആണ് പലപ്പോഴും. ഇപ്പോൾ ബോർഡറിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഫുൾ സെക്യൂരിറ്റി അവിടെയുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും, പല കൈവസുകളും നമ്മൾ അറിയുന്നില്ല. പലരും ഇങ്ങനെ പ്ലാൻ ചെയ്ത് രാജ്യത്തെ ചതിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിപ്പുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? രാജ്യം ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. യുണീക്കായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഒരുപാട് ആൾക്കാർ, പല ജാതിയിലുള്ള പല മതത്തിലുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളൊരു കാര്യമാണ്. മതത്തെ പിടിച്ചാൽ മതി. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതത്തെ പിടിച്ച് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ കൂടും. മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും വഴക്ക് കൂടുകയും ഒക്കെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നത് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിലെ സിറ്റിസൺസ് ആയിരിക്കും. അവർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മുടെ രാജ്യത്തെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു ഡൽഹിയിലെ ഇൻസിഡന്റിന് മുമ്പ് ഒരു സീരീസ് ഓഫ് ഇവന്റ് നമ്മുടെ രാജ്യത്ത് നടന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാരെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. പല രഹസ്യ വിവരങ്ങളും നമുക്ക് കിട്ടുമല്ലോ. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പല രഹസ്യ വിവരങ്ങളും നമുക്ക് കിട്ടുമല്ലോ. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്രയും ആൾക്കാരെ അറസ്റ്റ് ചെയ്തവരുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചെടുത്തത് വലിയ വലിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊരു ഹ്യൂജ് പ്ലാനിങ്ങിലാണ്. ഇപ്പോഴും പ്ലാൻ ചെയ്ത് ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സംഭവം വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിലുള്ള പല ആൾക്കാരും പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഇത് BJP ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതായിരിക്കും, ക്രിസ്ത്യാനികൾ ചെയ്യുന്നതായിരിക്കും, ഹിന്ദുക്കൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിൽ പിടിച്ച് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. അതിനു പകരം നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. രാജ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റിനൊപ്പം, നമ്മുടെ സുരക്ഷാ സേനയ്ക്കൊപ്പം നമ്മൾ നിന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒളിച്ചിരിക്കുന്ന ചതിയന്മാരെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നേരെ മറിച്ച് മതം പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് വഴക്ക് കൂടുകയാണെന്നുണ്ടെങ്കിലോ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ് സെക്ഷനുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെയും മതം പറയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പിന്നെ ഒരു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ആൾക്കാർ കാരണമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്ന് വെച്ചിട്ട് മതം പറഞ്ഞ് വഴക്ക് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കുറച്ച് ആൾക്കാർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മുഴുവൻ വിഭാഗത്തെയും കുറ്റം പറയുക, അവർക്ക് നേരെ ആയുധം ഉയർത്തുക, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയിക്കുന്നത് ഈ ദുഷ്ടന്മാരായിരിക്കും, ഈ ശത്രുക്കളായിരിക്കും. ഇവിടെ മതമല്ല പറയേണ്ടത്, ഇവിടെ രാഷ്ട്രീയമല്ല പറയേണ്ടത്. നമ്മളെല്ലാവരും ഒരു രാജ്യമാണ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള ചിന്താഗതി ആയിരിക്കണം മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? പരസ്പരം എങ്ങനെ വഴക്ക് കൂട്ടാം, പരസ്പരം എങ്ങനെ വേർതിരിവുകൾ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. നമ്മൾ ഒറ്റ രാജ്യമാണ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഇവിടെ കേരളമില്ല, അല്ലെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളില്ല, സംസ്ഥാന വിഭജനമൊന്നും ഇവിടെയില്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ആ തോട്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാരാണ്. എങ്ങനെ മതം പറയണം, എങ്ങനെ രാഷ്ട്രീയം പറയണം, എങ്ങനെ ഈ ഒരു വിഷയത്തിൽ മതം കുത്തിത്തിരികണം, എങ്ങനെ രാഷ്ട്രീയം കുത്തിത്തിരികണം എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അന്യരല്ല. നമ്മുടെ രാജ്യത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരാണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പതിയിരിപ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക, നമ്മൾ കണ്ടെത്തുക.
അപ്പോൾ പരസ്പരം ഒന്നിച്ചു നിൽക്കുക, കലഹിക്കാതെ ഇരിക്കുക, മതവും രാഷ്ട്രീയവും പറഞ്ഞ് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഇരിക്കുക. ഇത്തരം സാഹചര്യത്തിലെങ്കിലും മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് തല്ലുകൂടാതെ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, അതാണ് വിഷയം. മറ്റ് പല രാജ്യങ്ങളുടെയും അധപ്പതനം നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യം ഇപ്പോഴും ഗ്രേറ്റ് ആയിട്ട് ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി പോകുന്നതിന് കാര്യം തന്നെ നമ്മുടെ നാട്ടിൽ നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തിന്മ നിറഞ്ഞ മനുഷ്യർ ചെയ്യുന്ന തെറ്റിന് നന്മയുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താതെ ഇരിക്കുക. നന്മയുള്ള ആൾക്കാർ എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്, തെറ്റ് ചെയ്യുന്നവരും എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലും പല രീതിയിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇടയിലും തെറ്റുകാരുമുണ്ട്, നല്ലതായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ നന്മയെ തിരിച്ചറിഞ്ഞ് തിന്മയെ ഒറ്റപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ വിഭാഗം നോക്കിയോ മതം നോക്കിയോ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാരെ നോക്കിയോ അല്ല നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. തിന്മ നിറഞ്ഞത് ആരാണോ, ആ വ്യക്തി ആരാണോ അല്ലെങ്കിൽ ആ മനുഷ്യരാരാണോ. ഇവിടെ മതമല്ല ശരിക്കും തെറ്റ് ചെയ്യുന്നത്. ഈ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മതത്തെ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് ആൾക്കാർ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തെറ്റുകാരായിട്ടുള്ള മനുഷ്യർ മതത്തെ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് അവരുടെ ആ ഒരു ചിന്താഗതി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മതത്തെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്ന് വെച്ച് ആ മതം അനുഷ്ഠിക്കുന്ന ബാക്കി എല്ലാവരും തെറ്റുകാരാണോ? ഒരിക്കലും അല്ല. അപ്പം ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കുക, നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കുക, നമ്മളുടെ ചുറ്റുമുള്ള ശത്രുക്കളെ നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ, ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും സെൻസിറ്റീവായിട്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ചകളും ഒക്കെ നടത്താതെ വളരെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ച നടത്തും, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് മുന്നോട്ട് വെക്കും. അല്ലെങ്കിൽ ഇത് നടത്തിയത് BJP ആണോ, ഇതിന് പിന്നിൽ ആരാണ്, ഇതിന് പിന്നിൽ ഏത് മതവിഭാഗമാണ്, ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ അങ്ങ് ഉന്നയിക്കും മാധ്യമങ്ങൾ. ഈ ചോദ്യത്തിൽ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കയറിയാൽ മതി എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന കുറേ ക്രൂക്കഡായിട്ടുള്ള രാഷ്ട്രീയക്കാരും കുറേ ക്രൂക്കഡായിട്ടുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അത് ഒരു വിഭാഗത്തിലാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏത് വിഭാഗത്തിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരുടെ ഇടയിലും ചീത്തയായിട്ടുള്ള തെറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ നമ്മൾ തിരിച്ചറിയുക. ഇവിടെ മനുഷ്യരാണ് യഥാർത്ഥത്തിലുള്ള വില്ലൻ, വേറൊന്നുമല്ല. മതമോ രാഷ്ട്രീയമോ അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, മതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ, അതൊന്നുമല്ല. ശരിക്കും തെറ്റ് ചെയ്യുന്നത് മനുഷ്യരാണ്. മനുഷ്യർ ചെയ്യുന്ന തെറ്റിൽ ഏത് മനുഷ്യനാണോ തെറ്റ് ചെയ്യുന്നത്, ഏത് വ്യക്തിയാണോ തെറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയെ നമ്മൾ ഒറ്റപ്പെടുത്തുക, ആ വ്യക്തിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അത്തരം വ്യക്തികളെ തിരിച്ചറിയുക. അല്ലാതെ നേരെ മറിച്ച് ഒരു വിഭാഗത്തെ മൊത്തത്തിൽ കുറ്റക്കാരായിട്ട് ഇത് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടത്താതെ ഇരിക്കുക.